അപ്പോൾ ഗായ്സ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ കയറി ജസ്റ്റ് ഒന്ന് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നല്ലൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീടിൻ്റെ 4 ചുറ്റിൻ്റെ മാലയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാലയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞത് അടുപ്പ് തീ കൂട്ടിയിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വെക്കൽ. അപ്പോൾ വെള്ളം തിളച്ച് കിടന്നാൽ നമുക്ക് എളുപ്പമായല്ലോ. ആ തിളച്ച വെള്ളം എടുത്തിട്ട് അതിലിട്ടാൽ മതി, റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ മാവ് കൂട്ടിച്ചിട്ടുണ്ട് ദോശയ്ക്ക്. അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിക്കൊരു ചമ്മന്തി അരച്ചെടുക്കുക. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയും ഒരു തക്കാളിയും വലുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ അത് അരക്കളം ഉള്ളതുകൊണ്ട് നമുക്ക് വലുതാക്കി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് പാകത്തിന് എരിവും അതുപോലെ ഉപ്പിട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇനി മോനിക്ക് ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കുന്ന പരിപാടിയാണ്. മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ടോ സ്കൂളിലേക്ക്. അവന് ഭക്ഷണത്തിന് അവിടെ കറിയും ഉപ്പേരിയൊക്കെ കിട്ടും, എന്നാലും മുട്ട ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ വെള്ളം കുപ്പി ഇതൊക്കെ ആക്കി മോൻ്റെ ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മകനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുക. അപ്പോൾ ഇന്നലത്തെ ഇസ്റ്റു ഉണ്ടായിരുന്നു, ചമ്മന്തി അരച്ചതുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചത് തിളച്ചിൻ്റെ അരിയൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോഴാണ് നമ്മളെ ഗോവക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോവയ്ക്കും നമ്മളെ പയറുണ്ടല്ലോ, പയറും പച്ചക്കായൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി തോരൻ പോലെ വെച്ച് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് എനിക്ക് പരിപ്പും കുമ്പളങ്ങയും കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി തേങ്ങ അരക്കുന്നുണ്ട്. തേങ്ങ ചിരകിയിട്ട് അരക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് ഉപ്പേരി വെക്കണ്ട. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ചെറിയുള്ളൊന്ന് മൂപ്പിച്ചെടുക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ചെറിയുള്ളൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ ഉപ്പേരി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, പച്ചമുളക് കീറിട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വെന്ത് വരണം കേട്ടോ. നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മളെ പരിപ്പ് കറി കുമ്പളങ്ങ സെറ്റ് ആയിട്ട് ഞാൻ അരപ്പൊക്കെ ഒഴിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരപ്പൊഴിച്ച് അതുപോലെ നമ്മൾ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ചോറൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാർത്തി വെച്ച് നമ്മളെ പരിപ്പ് കറി സെറ്റായി. ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പരിപ്പ് കറിയും ഇതൊക്കെ വെച്ച് ഉപ്പേരി സെറ്റായിട്ട്